പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ എ പത്മകുമാർ പ്രസിഡന്റായ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം. രണ്ടാം എഫ്ഐആറിൽ പത്മകുമാറിനെ കൂടാതെ KP ശങ്കർദാസും പ്രതി. ഭരണസമിതിയുടെ വൻ വീഴ്ചകൾ എണ്ണി പറയുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവിട്ട് ന്യൂസ് 18. നിയമപരമായി നേരിടുമെന്ന് പത്മകുമാർ. അന്വേഷിക്കാൻ EDയും പ്രാഥമിക വിവരശേഖരണം നടത്തി. സന്നിധാനത്ത് അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കറിന്റെ പരിശോധനകൾ തുടരുന്നു. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡ് പ്രതിയായതിന് പിന്നാലെ CPM ആസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകൾ. മുഖ്യമന്ത്രിയെ AKG സെന്ററിലെത്തിക്കണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സ്വർണ്ണമോഷണത്തിന് പിന്നിൽ ആരായാലും നടപടിയെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MP എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം. ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കി. ഞാൻ പക്ഷേ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തന്നെ മാറ്റി C സദാനന്ദനെ കേന്ദ്രമന്ത്രിയാക്കണമെന്ന് സുരേഷ് ഗോപി. പരാമർശം സദാനന്ദൻ മാസ്റ്ററുടെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ. കലുങ്ക് സഭയ്ക്കെതിരായ വിമർശനങ്ങളെ പൂച്ചാണ്ടി കാട്ടി പേടിപ്പിക്കരുതെന്നും സുരേഷ് ഗോപി. വീണ്ടും പ്രജാപരാമർശം. പ്രജയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണമെന്ന് ഉപദേശം. വർക്ക് ഫ്രം ഹോം വരുമാനം വാഗ്ദാനം ചെയ്ത് വൻ സൈബർ തട്ടിപ്പ്. പല തവണകളായി ഫോർട്ട് കൊച്ചി സ്വദേശിക്ക് നഷ്ടമായത് 5.25 ലക്ഷം രൂപ. പണം തട്ടിയെടുത്ത ശേഷം തട്ടിപ്പുകാർ ബ്ലോക്ക് ചെയ്ത് മുങ്ങി. അന്വേഷണം തുടങ്ങി പോലീസ്. സർക്കാർ ആശുപത്രിയിലെ ദുരനുഭവം ചൂണ്ടിക്കാട്ടി വീഡിയോ പോസ്റ്റ് ചെയ്ത ഭിന്നശേഷിക്കാരനെതിരെ ജാമ്യമില്ലാ കേസെടുത്ത് പോലീസ്. നടപടി 80% അംഗപരിമിതനായ ചേലേമ്പ്ര സ്വദേശി സുബൈറിനെതിരെ. കേസിന് ആധാരമായത് റാമ്പ് ഇല്ലാത്തതിനാൽ ചേലേമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നിലത്തിലെഴിഞ്ഞു പോകേണ്ടി വന്ന ദുരവസ്ഥ വിവരിച്ച പോസ്റ്റിട്ടതിന്. വീഡിയോയ്ക്ക് പിന്നാലെ റാമ്പ് സ്ഥാപിച്ച് ആരോഗ്യവകുപ്പ്. കോതമംഗലത്തെ 23 വയസ്സുകാരി ജീവനൊടുക്കിയത് ലവ് ജിഹാദ് അല്ലെന്ന് പോലീസ്. പ്രതി റമീസ് യുവതിയെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ലെന്ന് കുറ്റപത്രം. യുവതി ജീവനൊടുക്കിയത് റമീസ് ബന്ധത്തിൽ നിന്നും പിന്മാറിയ മനോവിഷമത്തിലെന്നും പോലീസിന്റെ കണ്ടെത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയോട് കൂട്ടുകൂടാൻ കരുനീക്കവുമായി 2020 നീക്കം. കൊച്ചി കോർപ്പറേഷനിൽ സഖ്യധാരണയ്ക്ക്. സാബു ജേക്കബിനോട് വിയോജിച്ച് പാർട്ടി വിട്ട് ജില്ലാ കോർഡിനേറ്റർ അസ്ലഫ് പറേക്കാടൻ. കൂട്ടുകെട്ട് ആർക്ക് തിരിച്ചടി ആകുമെന്ന് കണക്ക് കൂട്ടി LDFും UDFും. വെടിനിർത്തലിന് പിന്നാലെ ഗാസയിലേക്ക് സഹായ പ്രവാഹം. ജോർദാൻ വഴി എത്തുന്നത് 100 കണക്കിന് ട്രക്കുകൾ. ബന്ദി കൈമാറ്റം നാളെ. ഗാസ ഉച്ചകോടി തുടങ്ങും മുമ്പുണ്ടാകുമെന്ന് ഹമാസ്. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിക്ക് പകരം ഇന്ത്യയെ പ്രതിനിധീകരിക്കുക കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വിശദമായി കയറുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിപട്ടികയിൽ എ പത്മകുമാർ പ്രസിഡന്റും ശങ്കർദാസ് അംഗങ്ങളുമായിരുന്ന ഭരണസമിതിയെയാണ് പ്രതി ചേർത്തത്. സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ന്യൂസ് 18 ലഭിച്ചു. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായെന്ന സംശയം തന്നെയാണ് വിജിലൻസ് റിപ്പോർട്ടിലെയും ഉള്ളടക്കം. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ലെന്നും ബോർഡിനെതിരെ തുടർ നടപടി വേണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ AKG സെന്ററിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സുപ്രധാനമായ ദിവസമാണ് ഇന്ന്. ശബരിമലയെ സംബന്ധിച്ച് നിയമ നടപടികളിലേക്ക് കടക്കുന്നു. SITയുടെ FIR പിന്നാലെ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തു വരുന്നു. എങ്ങനെയാണ് CPM ഈ വിഷയങ്ങളെ നേരിടുക? ഭരണസമിതി പ്രതിപട്ടികയിലാണ്.
പ്രാഥമികമായി അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം 2019 നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിനു വേണ്ടി ശബരിമലയിൽ നിന്ന്, അതായത് അവിടുത്തെ പ്രിമൈസസിൽ നിന്ന് ഇത് ഈ പുറത്തേക്ക് കൊണ്ടുപോയത് അത് കൃത്യമായി നിയമവിരുദ്ധമാണ്. അത് ബോർഡ് അറിയാതെ അങ്ങനെ സ്വർണം പൂശുന്നതിനായി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ബോർഡിന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് അവിടെ എടുത്തു പറയുന്ന കാര്യം. അന്ന് ഭരണസമിതിയുടെ അനുമതിയോ അല്ലെങ്കിൽ അവരുടെ പ്രേരണയോ ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം കൂടി ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ്, സംശയം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിന് പിന്നാലെയാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും ദേവസ്വം ബോർഡിലെ ഭാരവാഹികളായിരുന്ന 10 പേർ, ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്ന 10 പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെ രണ്ടാമത് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതിലാണ്, FIR-ലാണ് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയിരുന്ന A. പത്മകുമാർ, രാഘവൻ, അതോടൊപ്പം ശങ്കർദാസ് എന്നിവരെ കൂടി ആ ഭരണസമിതിയെ കൂടി പ്രതി ചേർക്കുന്ന രണ്ടാമത്തെ FIR-ഉം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 FIR-ലും പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സമഗ്രമായ അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളും അതോടൊപ്പം ഇതിനോടകം ലഭിച്ചിരിക്കുന്ന തെളിവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിരിക്കുന്ന മൊഴിയും ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമോ അതോ അതിനപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തതിന് സമാനമായ തരത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ? ഇതിൽ ഏത് തരത്തിലുള്ള ഒരു ശൈലിയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ആരോപണം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമാനം കൈവരുന്ന തരത്തിൽ 2019 ദേവസ്വം ഭാരവാഹികളിലേക്ക് കൂടി, ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ആവർത്തിച്ച പ്രതികരണം നടത്തിയിരുന്ന നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എടുത്തു പറഞ്ഞിരുന്ന കാര്യം, നിലവിലെ ബോർഡിന് ഇത്തരത്തിൽ സുതാര്യത ഇല്ലാത്ത ഒരു നടപടികളിലും പങ്കില്ല, അത്തരത്തിൽ ഒരു ഇടപാടുകളും നടത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോഴും മുൻ ഭരണസമിതി ചെയ്ത തെറ്റിന്, അവർക്ക് സംഭവിച്ച വീഴ്ചയ്ക്ക് ഈ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ ഒരു തരത്തിലും പങ്കില്ല, അത് തങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വരികൾക്കിടയിൽ വായിച്ചാൽ 2019 ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കടകംപള്ളി സുരേന്ദ്രൻ 2019 ദേവസ്വം വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ മാത്രമേ അറിയൂ, വിജിലൻസ് റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമ വാർത്തകൾ മാത്രമേ അറിയൂ, അതിനപ്പുറത്തേക്ക് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, ക്ഷമയോടെ കാത്തിരിക്കൂ, 6 ആഴ്ചത്തേക്ക്, അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്നായിരുന്നു. അതാണ് സാഹചര്യം. എന്തായാലും രാഷ്ട്രീയ തലത്തിലും ഏറെ ഗൗരവമായ ചർച്ചകൾക്കും തുടർ ആലോചനകൾക്കുമാണ് ഇടവച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആര്? A. പത്മകുമാറിന്റെ കൂടി പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. നിയമവിരുദ്ധമോ ആചാരവിരുദ്ധമോ ആയ ഒന്നും താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ ഉണ്ടായിട്ടില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പ്രതികരണം. കേസിൽ അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടും, തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. താഴികക്കുടം കൊണ്ടുപോയ കാലത്ത് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും തൻ്റെ പേര് വലിച്ചിഴയ്ക്കുകയാണെന്നും പത്മകുമാർ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIR-ൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണമോഷണത്തിന് പിന്നിൽ
ആരായാലും നടപടിയെടുക്കുമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവന്റെ പ്രതികരണം. 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ഇല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെ, അന്വേഷണം നടക്കില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ആ FIR-ൽ ആരൊക്കെ വരുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു അന്വേഷണം നടക്കട്ടെ. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കൃത്യമായി 6 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളി വരും. അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അതെല്ലാം വെളിയിൽ വരണമെന്നാണ് ഗവൺമെൻറ് നിലപാട്. നേരത്തെ ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. ആരായാലും ശിക്ഷ ഉണ്ടാവും. പിന്നെ നിശ്ചയമായി അതല്ലേ SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാൽ X or Y എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെൻറ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. രണ്ടും സുതാര്യമായ ഒരു അന്വേഷണം നടത്തി എന്താണോ നടന്നിട്ടുള്ളത് കൃത്യമായി വെളിയിൽ വരണം. സ്വർണ്ണപ്പാളി മോഷണത്തിൽ തെറ്റു ചെയ്തവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. ആരായിരുന്നാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. പാർട്ടിക്കാരനാണെന്നോ അല്ലെന്നോ ഉള്ളത് വിഷയമല്ലെന്നും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും V ശിവൻകുട്ടി പറയുന്നു. ഇക്കാര്യത്തിൽ നമ്മൾക്ക് ഇക്കാര്യത്തിൽ പാർട്ടിക്കാരനാണെന്നോ പാർട്ടിക്കാരനല്ലെന്നോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അന്വേഷണം വരട്ടെ. അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെടുന്നത് അവസാനം കോടതിയാണല്ലോ. ഇപ്പോൾ അന്വേഷണത്തിൽ സംശയം തോന്നി കേസിൽ പ്രതിയാക്കിയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ആരായിരുന്നാലും എത്ര സ്വാധീനമുള്ളവരായിരുന്നാലും ഏത് പാർട്ടി നേതാവായിരുന്നാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അതിനായിരിക്കും ഇതിലും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെറ്റുകാരായവരെ പുറത്തു കൊണ്ടുവരണമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘം 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും ക്ഷമ വേണമെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് മുൻ പ്രസിഡന്റുമാർ 2 പേര് FIR-ൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കില്ല. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാനൊരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതേസമയം സ്വർണ്ണപ്പാളി വിഷയത്തിൽ ശബരിമലയിൽ നിർണായക പരിശോധന ഇന്ന് 2ാം ദിവസവും പുരോഗമിക്കുമാണ്. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നിർദ്ദേശപ്രകാരം സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധികളും സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. സ്വർണം പൂശി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പത്തിൽ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധികളെയും സന്നിധാനത്തേക്ക് വിളിപ്പിച്ചത്. അടുത്ത ദിവസം ആറന്മുള സ്ട്രോങ് റൂമിലും ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധന നടത്തും. ശശിനാരായണൻ ഉണ്ട്. ശശിനാരായണൻ, നിർണായകമാണ് ഈ പരിശോധന. ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കൂടി പങ്കാളിത്തം അവിടെ ഉണ്ടാവുമ്പോൾ സൂക്ഷ്മമായി ജസ്റ്റിസ് KT ശങ്കരൻ കാര്യങ്ങൾ വിലയിരുത്തുന്നു. അങ്ങനെ വേണോ കരുതാൻ? സജിത്ത്, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് വലിയ രീതിയിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. കാരണം വിവാദമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധന ആവശ്യമാണെന്നുള്ള കാര്യം കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ പരിശോധന നടക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഇന്നലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ രേഖകൾ, അതായത് പ്രധാനമായും മഹസ്തറും ഒപ്പം രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം ദ്വാരപാലക ശില്പത്തിന്റെ പരിശോധനയാണ് പിന്നീട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശോധന നടക്കുന്നത് കൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസ്, അതായത് ഈ സ്വർണം പൂശി ഇതെത്തിക്കാൻ സ്വർണം പൂശിയ സ്ഥലത്ത് ഉള്ള പ്രതിനിധിയാണ്. അദ്ദേഹത്തെയും ഇതിനകത്ത് അവിടെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രതിനിധിയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന തുടരുന്നത്. എന്തായാലും ഇതിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആറന്മുള സ്ട്രോങ് റൂമിൽ ഈ ദേവന് കിട്ടിയിട്ടുള്ള ശബരിമലയിൽ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പരിശോധന നടക്കുക. എന്തായാലും ഈ മഹസറിലും രജിസ്റ്ററിലും ഒക്കെ കൃത്രിമങ്ങളോ നടത്തിയിട്ടുണ്ടോ, അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ജീവനക്കാരോ അതുപോലെ തന്നെ ഈ ബോർഡ് അംഗങ്ങളോ എന്തെങ്കിലും കൃത്രിമം നടത്തിയിട്ടുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരത്തിൽ കണ്ടെത്തിയാൽ ഗുരുതരമായ
നടപടി നേരിടേണ്ടി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കേസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ദേവസ്വം ബോർഡിന് പ്രതി ചേർത്തുകൊണ്ട് പുറത്തു വരുന്നു. അതുപോലെ ഒപ്പം EDയുടെ അന്വേഷണം വരുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷമായിരിക്കും ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന്മേലായിരിക്കും പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകുക. 2019 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ നിലയ്ക്കാണ് ദേവസ്വം ബോർഡിനെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം ബോർഡ് അംഗങ്ങളും പ്രതി ചേർത്താണ് ഇപ്പോൾ ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുള്ളത്. എന്തായാലും ഒരു വിശദമായ പരിശോധന അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണെന്നുള്ള കാര്യവും കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധന തുടരുന്നത്. ജസ്റ്റിസ് KT ശങ്കരന്റെ പരിശോധന ശബരിമലയിൽ തുടരുന്നു. ശബരിമല സ്വർണ്ണമോഷണത്തിൽ അന്വേഷണത്തിന് ED കൂടി വരികയാണ്. പ്രാഥമിക വിവരശേഖരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തതിന് പിന്നാലെയാണ് EDയുടെ നീക്കവും എന്ന ശ്രദ്ധേയമായ കാര്യവുമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെ വിഷയത്തിൽ ED ഇടപെടുകയാണ്. ED പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന ഏജൻസി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ നിരവധി വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും BJP-യിൽ നിന്നുമൊക്കെ ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പുറത്തു നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സംസ്ഥാന ഏജൻസി മാത്രം അന്വേഷിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടി, എന്നൊരു ആശങ്ക കൂടി പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ED വിഷയത്തിൽ ഇടപെടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തിന് SITക്ക് കേസ് രജിസ്റ്റർ, അതായത് തിരിമറിയൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. 2019 മാർച്ചിലെയും 2019 ജൂലൈയിലെയുമായി 2 FIR ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാഹചര്യമുള്ളത്. ആ ഒരു കാലഘട്ടം കൂടി കണക്കിലെടുത്ത് 2 FIR-ൽ 2 ഇതിലും 10 പ്രതികളാണുള്ളത്. 10 പ്രതികളിൽ ഒന്നാം പ്രതി, 2 FIR-ൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. മറ്റ് 9 ഉദ്യോഗസ്ഥരെയും, അതായത് മഹസറിൽ ഒപ്പിട്ട 9 ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ വിഷയം അന്വേഷിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇതിൽ ഉള്ള ഇന്റർഫിയറൻസ് എന്താണ്, ഇടപെടൽ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എത്തിച്ചത് സ്വർണം പൂശിയ പാളി തന്നെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ചത് സ്വർണം പൂശിയ പാളി തന്നെയായിരുന്നു. പക്ഷേ സ്വർണം പൂശിയ പാളിയിൽ വീണ്ടും സ്വർണം പൂശാൻ കഴിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചതനുസരിച്ച് സ്വർണം ഉരുക്കി മാറ്റി വീണ്ടും ചെമ്പ് പാളിയിന്മേൽ സ്വർണം പൂശാനാണ്. പക്ഷേ രണ്ടാമത്തെ തവണ, അതായത് സ്വർണം രണ്ടാമത് പൂശുമ്പോൾ ഏത് സാഹചര്യത്തിലാണ്? അതാണ് സാഹചര്യം. എന്തായാലും EDയും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന പരാതിക്കാരുടെയും ദേവസ്വം അധികൃതരുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തുകയാണ്. സുപ്രധാനമായ നീക്കമാണ്. അതേസമയം ദേവസ്വം വിജിലൻസ് അന്വേഷണം സുതാര്യമല്ലെന്ന ആരോപണവുമായി BJP-യും ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഈ ക്ഷേത്രം പരിശുദ്ധമാക്കി തീർത്ത് ഈ ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിൻ്റെ വിശ്വാസവും ഭക്തർക്ക് നിലനിർത്തി കൊടുക്കണമെന്നാണ് ആവശ്യം. ഹിന്ദു ഐക്യവേദിയുടെയും പരിവാർ സംഘടനകളുടെ എല്ലാവരുടെയും ആവശ്യം ഇതാണ്. തീർച്ചയായിട്ടും ഇതൊരു തിരുമേനിയിൽ മാത്രം ഒതുക്കി രക്ഷപ്പെടാനുള്ള നീക്കം നടന്നത് ശരിയല്ല. ഈ SI റാങ്ക് വന്നിട്ട് എന്ത് കാര്യം സാധിക്കാന്? ഒരു സാധിക്കാനും ഇല്ല. ഇത് ചുമ്മാ പ്രഹസനമാണ്. ദേവസ്വം ബോർഡിന്റെ കളിപ്പീരായത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തായാലും പരിശോധന അവിടെ ആരംഭിച്ചിട്ടുണ്ട്. എത്ര കണ്ട് നിർണായകമാണ് ഈ പരിശോധന? ആരോപണമുയർന്ന ഇടങ്ങളിലൊക്കെ വിജിലൻസ് സംഘം എത്തിയിട്ടുണ്ടോ? സജിത്ത്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ പ്രസാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, കരിപ്രസാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോഴാണ് ഇന്ന് വിജിലൻസിന്റെ പരിശോധന നടന്നിരിക്കുന്നത്. വിജിലൻസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇത് ഇവിടെ വലിയൊരു തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട്. ഇത് SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ട്. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ എത്തണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ജനതയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ ഈ വാടക വീട്ടിൽ വെച്ചാണ് ഈ അനധികൃതമായിട്ട് ഈ കരിപ്രസാദം നിർമ്മിച്ചിരുന്നത്. ഈ പ്രസാദം നിർമ്മിക്കാനുണ്ടായ എല്ലാ എക്യുപ്മെന്റ്സുകളും ഇവിടെ നിന്ന് മറ്റൊരു സ്റ്റോർ റൂമിലോട്ട് മാറ്റാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ മാറ്റി പൂട്ടി സീൽ ചെയ്യും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ വാടക വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വാടക വീട്ടിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായിട്ട് അയക്കുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടക്കുന്നത്. തുടർന്ന് ഈ
അമ്പലത്തിന്റെ സമീപത്തുള്ള കെട്ടിടത്തിലും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ പ്രസാദം നിർമ്മാണം കണ്ടെത്തിയിരുന്നു. അവിടെയും പരിശോധന നടക്കും. അവിടുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് കെമിക്കൽ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് പരിശോധനയ്ക്ക് അയക്കും. നടപടിയിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പരിശോധനകൾ കൃത്യമായി നടക്കുന്നു. കൊട്ടാരക്കരയിലെ ക്ഷേത്രത്തിലുണ്ടായ വിവാദത്തിൽ വിജിലൻസിന്റെ പരിശോധന ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയോട് അടുക്കാൻ സാബു എം ജേക്കബിന്റെ 2020 കൊച്ചി കോർപ്പറേഷനിൽ പരസ്പര ധാരണയോടെ മത്സരിക്കാനാണ് ആലോചന. BJP അനുകൂല നീക്കത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കോർഡിനേറ്റർ അസ്ലഫ് പറേക്കാടൻ രാജിവെച്ചു. 2020യുടെ നീക്കം ഇരു മുന്നണികൾക്കും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്. ഞങ്ങളുടെ ഒരു എതിരാളിയായിട്ടോ ഞങ്ങൾക്കൊരു ശത്രുവായിട്ടോ ഇന്ന് പിക്ചറിൽ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം പ്രസക്തിയുള്ള ഒരു പാർട്ടിയെ പറ്റി അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലില്ല. ഞാനെന്തിനാ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുമായിട്ട് മത്സരത്തിന് ഏറ്റുമുട്ടുന്ന ആരാണോ അവരെപ്പറ്റി അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി ആക്ഷേപം ഉന്നർത്തുന്ന ആരാണോ അവരെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുക. 4 വിമതരുടെ പിന്തുണയോടെ ഭരണം നിലനിർത്തിയ ഇടതുമുന്നണിക്കും കൈയകലത്തിൽ ഭരണം നഷ്ടമായ UDFനും കൊച്ചിൻ കോർപ്പറേഷനിലെ പുതിയ നീക്കങ്ങൾ തലവേദനയുണ്ടാക്കുന്നതാണ്. BJP ധാരണ സംബന്ധിച്ച അനൗദ്യോഗിക ചർച്ചകൾ പല തട്ടിലും നടന്നതായും ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെച്ചതെന്നും 2020യുടെ മുൻ ജില്ലാ കോർഡിനേറ്ററായ അസ്ലഫ് പറേക്കാടൻ പറഞ്ഞു. ഇത് എതിരാളി അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് മാത്രമല്ല, BJP ചർച്ചകൾ ഈ കമ്മിറ്റികൾ നടന്നിട്ടുണ്ട്. ഞാനടക്കം ഇരിക്കുന്ന കമ്മിറ്റികളിൽ സാബു എം ജേക്കബിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഗോകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ BJP ചർച്ചകൾ നടക്കുക മാത്രമല്ല, അവിടെ ഇരുന്ന 95% ആളുകളും ഇതിനെ അനുകൂലിക്കുക ചെയ്തത്. ആ രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇതിൻ്റെ ഒരു ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ നടക്കുന്ന സൈലന്റ് ധാരണ ഇത് ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളൊരു ധാരണയാണ്. അതുകൊണ്ട് മാത്രമാണ് സാബു എം ജേക്കബ് പറയുന്നത് ഉത്തരേന്ത്യൻ പാർട്ടിയെപ്പറ്റി ഞങ്ങൾ പറയേണ്ട എന്ന്. BJP ധാരണ പുതിയ കാര്യമല്ലെന്നും 2020യിൽ നിന്ന് രാജിവെച്ചവർ BJPയിലാണ് ചേർന്ന് പ്രവർത്തിക്കുന്നതെന്നും BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി ഇവർ മാറുകയാണെന്നും കുന്നത്തുനാട് MLA PV ശ്രീനിജൻ ആരോപിച്ചു. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 2020 BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരം ചർച്ചകളും ഇത്തരം കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ BJPയുടെ വിവിധ തലങ്ങളിലേക്ക് 2020യിൽ പ്രവർത്തിച്ച ആളുകൾ BJPയുടെ വിവിധ തലങ്ങളിൽ ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഗോപകുമാർ DDDSന്റെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇപ്പൊ 2020യുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പൊ ഇവരുടെ ഒരു വ്യക്തമായിട്ടൊരു ധാരണ അടുത്ത ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP 2020 സഹായിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2020 BJPനെ സഹായിക്കുന്ന തരത്തിലേക്കൊരു ധാരണ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമാകും. എന്നാൽ 2020 ആരുമായും ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും പാർട്ടി വൈസ് പ്രസിഡന്റ് ഗോപകുമാർ പറഞ്ഞു. 76 ഡിവിഷനുകളിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നമ്മൾ ജനങ്ങൾ അംഗീകരിക്കുന്ന അവരുടെ അടുത്തുള്ള അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ ഒരിക്കലും മറ്റുള്ള പാർട്ടികളെ പോലെ അവരുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ അവരുടെ ആളുകൾ എന്നുള്ള രീതിയിലല്ല. നമ്മൾ ജനങ്ങളിൽ നിന്നാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത്. അവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയിട്ടുള്ള 2020 അവരെ നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. കിഴക്കമ്പലത്തിന് പുറത്തേക്ക് പാർട്ടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരം വിപുലമാക്കാനാണ് 2020 ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് BJPയെ സഹായിക്കാനാണെന്നാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചവരുടെ ആരോപണം. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ ഗ്രൂപ്പ് നീക്കം. പാലക്കാട് മണ്ഡലത്തിലും ഗ്രൂപ്പിന് സ്വാധീനമുള്ള മറ്റ് ഇടങ്ങളിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് ഷാഫി രാഹുൽ വിഭാഗത്തിന്റെ തീരുമാനം. പോസ്റ്ററുകളോ പ്രചരണമോ നൽകാതെ പരിപാടികൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് രാഹുലിനെ എത്തിക്കണമെന്നും മാധ്യമങ്ങൾക്ക് വിവരം നൽകരുതെന്നുമാണ് ഗ്രൂപ്പ് നിലപാട്. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. നടപടിയെടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. ഇന്നലെ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ 325 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ സംഘവുമായി ബന്ധപ്പെട്ട് 305 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 5 പേരെ തിരിച്ചറിയാവുന്നവരും 320 പേരെ കണ്ടാൽ അറിയാവുന്നവരുമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനധികൃതമായി സംഘം ചേരുക, വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുക, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പ്രകോപനപരമായ
മുദ്രാവാക്യങ്ങൾ മുഴക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ പേരാമ്പ്രയിൽ UDF നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് 600-ലധികം പേർക്കെതിരെ കേസെടുത്തിരുന്നു. പോലീസിനെ ആക്രമിക്കുന്ന അടക്കമുള്ള വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയത്. LDF പ്രവർത്തകരായ 400 പേർക്കെതിരെ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്നലെ നടന്ന പ്രതിഷേധ സംഗമത്തിലും വലിയ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. പ്രത്യേകിച്ചും വടകര റൂറൽ SP ആയ EK ബൈജുവിനും ഒപ്പം പേരാമ്പ്ര DYSP ഹരിപ്രസാദിനുമെതിരെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് മുന്നിലേക്ക് മാർച്ചും നടത്തുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. എന്തായാലും സമരം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് DCCയുടെയും KPCCയുടെയും തീരുമാനം. ആ പർട്ടിക്കുലർ പോലീസുകാരനെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം, പക്ഷെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പാർട്ടിക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. എന്നാൽ അതിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് അറിയാം. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ 2 DYSPമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരൻ്റെയും പേരിൽ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGPക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്യുന്ന പാർട്ടിയല്ല, പക്ഷെ ചെയ്യാതെ രക്ഷയില്ല. ഈ റൂറൽ SPയുടെ താമസ സ്ഥലമായ വടകരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇതൊരു ഭീഷണിയല്ല, ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാത്ത പോലുള്ള പ്രതിഷേധമായിരിക്കും ആ പരിപാടി. അതേസമയം സംഭവങ്ങളെക്കുറിച്ച് പോലീസ് പരിശോധന ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ലാത്തിചാർജിലല്ല ഷാഫി പറമ്പലിന് പരിക്കേറ്റത് എന്നാണ് റൂറൽ SP അടക്കം ആദ്യം വിശദീകരിച്ചത്. എന്നാൽ പിന്നീട് പോലീസിന്റെ വാദങ്ങൾ പൊളിയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് കോൺഗ്രസിന് വലിയ നേട്ടമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ലഭിച്ചതെന്നതിനെക്കുറിച്ച് പരിശോധന ആരംഭിക്കും. കീഴുദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടുന്നതിൽ വീഴ്ച വരുത്തിയോ അല്ലെങ്കിൽ MP അടക്കം തിരിച്ചറിയുന്നതിൽ പാളിച്ചുണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് ഇതിനകം തന്നെ UDF രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം പേരാമ്പ്രയിൽ പോലീസ് ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിൽ ലഭിക്ക് പരിക്കേറ്റ സംഭവം രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സർക്കാരിനെതിരെ തുടർ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഷാഫി പറമ്പിലിനെ വേട്ടയാടാനുള്ള നീക്കം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ ആടിയുലഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾക്കും സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന് വർദ്ധിത വീര്യത്തോടെ തെരുവിലിറങ്ങാൻ ഊർജം നൽകിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടി. ലാത്തിചാർജിൽ തലക്കരിയേറ്റതിന് പിന്നാലെ ചോര തുടച്ചുകൊണ്ട് പോലീസിന് നേരെ ആക്രോശിച്ച ഷാഫിയുടെ പ്രതികരണം വൈകാരികമായി ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാനത്തുൾപ്പെടെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ രാത്രി വൈകിയും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. പോലീസിന് നേർക്ക് മുദ്രാവാക്യം മുടക്കിയും സർക്കാർ അനുകൂല ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തും രോഷപ്രകടനം. പിന്നാലെ ഷാഫിക്ക് മർദ്ദനമേറ്റത് പോലീസ് ലാത്തിചാർജിൽ അല്ലെന്ന റൂറൽ SPയുടെ വാദം തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കോഴിക്കോട് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അതിരുവിട്ടത്. KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായതോടെ പേരാമ്പ്രയിൽ തുടങ്ങിയ ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയ മാനം തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസ് ക്യാമ്പിൽ സർക്കാർ വിരുദ്ധ പ്രചാരണ വിഷയമായി വരും ദിവസങ്ങളിലും അലയടിക്കുമെന്നുറപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റൊരു ശ്രദ്ധേയ പ്രതികരണം ഇന്ന് വന്നത് സുരേഷ് ഗോപിയിൽ നിന്നാണ്. തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൻ്റെ മന്ത്രിസ്ഥാനം സദാനന്ദൻ മാസ്റ്റർക്ക് നൽകണമെന്നാണ് സുരേഷ് ഗോപി പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP നേതാവും രാജ്യസഭാ MPയുമായ സദാനന്ദൻ മാസ്റ്ററുടെ കണ്ണൂരിലെ ഓഫീസ് ഉദ്ഘാടന പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ പരാമർശം. കലങ്ക് സഭയ്ക്കെതിരായ വിമർശനങ്ങളിൽ പൂച്ചാണ്ടി കാട്ടി പേടിപ്പിക്കരുതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു.
കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MP എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം. ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കിയത്. ഞാൻ പക്ഷേ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താ കൈയടിക്കാത്ത? അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട്. എനിക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് കിട്ടിയ സ്ഥാനമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും. ഇടവേളയാണ്, മടങ്ങി വരാം. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. മാറാക്കര മരവട്ടത്താണ് ഇന്നലെ 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടന്നത്. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു കാടാമ്പുഴ മാറാക്കരയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരിയുടെ വിവാഹ നിശ്ചയം നടത്തുവാൻ വീട്ടുകാർ ശ്രമം നടത്തിയത്. മലപ്പുറം SP കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് കാടാമ്പുഴ CI അടക്കമുള്ള സംഘം ഇവിടെ എത്തി ഈ വിവാഹ നിശ്ചയം തടയുകയായിരുന്നു. 21 വയസ്സുള്ള ആളാണ് ഈ ഒരു പ്രതിശ്രുതവരനായിട്ട് വന്നിരുന്നത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ 10 പേർക്കെതിരെയും ഇയാൾക്ക് ഉൾപ്പെടെ ഉള്ള സംഘത്തിനെതിരെയുമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം മാരേജ് ആക്ട് സെക്ഷൻ 9, 11 വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു കൃത്യത്തിന് കൂട്ടുനിന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഈ ഒരു കൃത്യം നടത്താൻ സഹായിച്ച ആളുകൾക്കെതിരെയും ഇതിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾക്കെതിരെയും ഈ ഒരു കേസിൽ നടപടിയുണ്ടാകും. ഈ മതപുരോഹിതനടക്കം ഇതിൽ പ്രതിയാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകും. എന്നാണെങ്കിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലപ്പുറത്ത് ഈ പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാണ്, ശ്രമങ്ങൾ നടത്തിയാണ് ഈ ശൈശവ വിവാഹങ്ങൾ ഒരു പരിധിവരെങ്കിലും നിയന്ത്രിക്കാനായത്. പക്ഷേ അതിപ്പോഴും രഹസ്യമായി പലയിടത്തും നടക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടിയാണ് കാടാമ്പുഴത്തെ ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രചരണവും ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാണെങ്കിൽ ഈ കുട്ടി 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഉള്ളത്. ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, ഇതിനെതിരെയുള്ള ഈ ശൈശവ വിവാഹത്തിനെതിരെയുള്ള പ്രചാരണങ്ങളും മറ്റു നടപടികളും മുൻപത്തെ പോലെ തന്നെ വീണ്ടും സജീവമായി ഊർജിതമായി നടത്തുവാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേസിലെ തുടർ നടപടികൾ വരും ദിവസങ്ങളുണ്ടാകുമെന്നാണ് താനൂർ DYSP വ്യക്തമാക്കിയിട്ടുള്ളത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഓപ്പറേഷൻ നുംഖൂറിൽ പിടിച്ചെടുത്ത കാർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസിന് അപേക്ഷ നൽകി ദുൽഖർ സൽമാൻ. താൽക്കാലികമായി വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് അപേക്ഷ. രേഖകൾ പരിശോധിച്ച് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുകിട്ടാനുള്ള അപേക്ഷയ്ക്കായി ദുൽഖർ സൽമാൻ കസ്റ്റംസിനെ സമീപിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റംസിനോട് ദുൽഖറിന്റെ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. ദുൽഖറിന് കസ്റ്റംസിന് അപേക്ഷ നൽകി ഒരാഴ്ചയ്ക്കകം വാഹനം വിട്ടു നൽകണമെന്നാണ് കോടതി ഉത്തരവ്. അതേസമയം ഈ അപേക്ഷ പരിഗണിക്കാതെ കസ്റ്റംസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി അപേക്ഷ നൽകണമെന്ന് ദുൽഖറിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ദുൽഖറിന്റെ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ മറ്റു 2 വാഹനങ്ങൾക്ക് ദുൽഖർ അന്യായം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. മാത്രമല്ല കസ്റ്റംസ് പിടിച്ചെടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിലായിരുന്നു ദുൽഖർ സമീപിക്കേണ്ടിയിരുന്നത്, ഹൈക്കോടതി ആയിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഹൈക്കോടതിക്ക് ഇതിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്ന് കസ്റ്റംസ് ആ സമയത്ത് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നതാണ്. പക്ഷേ കോടതി നിശ്ചിതമായി കസ്റ്റംസിനെ വിമർശിക്കുകയും ചെയ്തു. ഈ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വാഹനം വിട്ടു നൽകാത്തത്? അക്കാര്യത്തിൽ കസ്റ്റംസ് തീരുമാനമെടുക്കണം. അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ദുൽഖറിന്റെ വാഹനം വിട്ടു നൽകാത്തത് എന്ന് കസ്റ്റംസ് അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കസ്റ്റംസിന്
ദുൽഖർ സൽമാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. തൻ്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടു. പ്രത്യേകിച്ചും ഈ കസ്റ്റഡിയിൽ നിൽക്കുന്ന വാഹനം എന്നുള്ള സാഹചര്യത്തിൽ അത് നശിച്ചു പോകാനോ അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോകാനോ ഉള്ള സാധ്യത ഏറെയാണ്. അത് സവിശേഷ മൂല്യമുള്ള വാഹനമാണ് തൻ്റെ ലാൻഡ് റോവർ ഡിഫൻഡർ. നിരവധി ഉടമകൾ കൈമാറിയാണ് വാഹനം ഡിഫൻഡർ ദുൽഖർ സൽമാൻ്റെ കയ്യിലെത്തിയത്. എന്തുകൊണ്ടാണ് ഒരു ഉടമയ്ക്ക് മാത്രം ഇത്തരം പ്രശ്നമെന്നും കോടതി ആ സാഹചര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കസ്റ്റംസ് ഇതുമായുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സൂചന. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഇൻസ്റ്റാഗ്രാം പേജിലൂടെ യുവതിയുടെ 5,70,000 രൂപയാണ് തട്ടിയെടുത്തത്. വർക്ക് ഫ്രം ഹോമിലൂടെ വരുമാനം നേടാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തട്ടിപ്പ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്ത് പണം നേടാം എന്ന പരസ്യം കണ്ടാണ് ഇൻസ്റ്റഗ്രാമിലെ ലിങ്ക് വഴി ഈ തട്ടിപ്പുകാരെ ഇരയാക്കപ്പെട്ട യുവതി പരിചയപ്പെടുന്നത്. ആദ്യം ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും ഒരു ഹോട്ടലിലെ HR മാനേജർ എന്ന പേരിൽ പരിചയപ്പെടുത്തിയ വ്യക്തി ഈ പെൺകുട്ടിക്ക് ആദ്യം ലിങ്ക് അയച്ചു കൊടുക്കുകയും ആ ലിങ്കിൽ കയറി റിവ്യൂവും പിന്നീട് കമന്റും ഇടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 4,000 രൂപ ആദ്യം ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. ഇങ്ങനെ 2-3 ദിവസമായി പെൺകുട്ടിക്ക് പല ലിങ്കുകളും അയക്കുകയും റിവ്യൂ കൊടുത്ത ശേഷം പണം നൽകുകയും ചെയ്തു. ഈ പണം നൽകിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ വിശ്വാസ്യത ഇവർ നേടിയെടുത്തത്. ഓരോ ദിവസം കഴിയുന്നോറും കൂടുതൽ തുക നൽകിയതിനു ശേഷം അവസാനം ഇവർ പറഞ്ഞത് 5 ലക്ഷത്തിലധികം രൂപ തന്നാൽ അതിനേക്കാൾ ഇരട്ടി പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇത് വിശ്വസിച്ച പെൺകുട്ടി ഈ അക്കൗണ്ടിലേക്ക്, ഇവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് 5,70,000-ലധികം രൂപ ഇട്ടുകൊടുക്കുകയായിരുന്നു. പിന്നീട് ഈ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്ത സ്ഥിതിയിലേക്ക് വരികയും താൻ പറ്റിക്കപ്പെട്ടു എന്ന് പെൺകുട്ടിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഫോർട്ട് കൊച്ചി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. സൈബർ പോലീസിന്റെയും സഹായം തേടിയിട്ടുണ്ട്. ഇവർ വിളിച്ച ഫോൺ നമ്പറുകൾ, ഇവർ അയച്ചു കൊടുത്ത ലിങ്കുകൾ, ഇവർക്ക് പണം അയച്ചു കൊടുത്ത അക്കൗണ്ട് എന്നിവ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊച്ചി കേന്ദ്രീകരിച്ച് ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസും സൈബർ പോലീസും എത്രമാത്രം ബോധവൽക്കരണം നടത്തിയിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ പറ്റിക്കുന്ന ആളുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ആളുകൾ വീണ്ടും വീണ്ടും ഇതിൽ ഇരയാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ലവ് ജിഹാദ് അല്ലെന്ന് പോലീസ് കുറ്റപത്രം. പ്രതി റമീസ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല. ആൺസുഹൃത്ത് ബന്ധത്തിൽ നിന്നും പിന്മാറിയതിൻ്റെ നിരാശയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടക്കുന്നുവെന്നും NIA അന്വേഷണം വേണമെന്നുമായിരുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെയും BJPയുടെയും ആവശ്യം. പ്രണയം തുടരാനാകില്ലെന്ന് മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ കുറ്റപത്രം ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ശാരീരിക ഉപദ്രവം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്ത് സഹദും പ്രതികളാണ്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഓഗസ്റ്റ് 9 ശനിയാഴ്ച രാവിലെയാണ് കോതമംഗലത്തെ വീട്ടിൽ 23-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നാണ് പ്രതി റമീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. എന്നാൽ പ്രതിയുടെ മോശം സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞ പെൺകുട്ടി ഇത് ചോദ്യം ചെയ്യുകയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടെങ്കിലും മതം മാറാൻ പ്രതി നിർബന്ധിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബവും BJPയും NIA അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. മാറുമറിക്കാനുള്ള കാലഘട്ടം ഉദ്ധരിച്ച് ഇന്നും വോട്ട് വാങ്ങുന്ന നികൃഷ്ട ജീവികളാണ് പ്രജ പരാമർശം വിവാദമാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രജ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു. മട്ടന്നൂരിൽ നടന്ന പരിപാടിയിലാണ് പ്രജാ പരാമർശത്തിൽ സുരേഷ് ഗോപി കൂടുതൽ വിശദീകരണം നൽകിയത്. പ്രജ എന്ത് എന്ന് പഠിക്കണം. കലുങ്ക് ചർച്ചകളിൽ ജനാധിപത്യത്തിന്റെ നൈർമല്യമുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു. ഒരു കാലഘട്ടത്തിൽ മാറുമറയ്ക്കാൻ അനുവദിക്കാത്ത കാലഘട്ടം എല്ലാം എടുത്ത് ഉദ്ധരിച്ച് ഇന്ന് വോട്ട് വാങ്ങാൻ നടക്കുന്ന നികൃഷ്ട ജീവികളുടെ ഒരു തന്ത്രമാണ് ഈ വാക്കുകളൊക്കെ എടുത്തു വെച്ച് വിരുദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പോ അന്ന് ഞാൻ പറഞ്ഞതിലെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന എന്റെ പ്രധാനമന്ത്രിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 മന്ത്രിമാരെ എനിക്ക് തന്ന് ഞാനൊരു മന്ത്രിയായിരുന്നു ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിച്ചു തന്നാൽ തൃശ്ശൂർ ജനതയ്ക്ക് അത് മതി, കേരള ജനതയ്ക്കും അത് മതി എന്ന് പറഞ്ഞതിനെതിരെ അന്നും വളച്ചൊടിച്ചു, ഇന്നും വളച്ചൊടിക്കും.
പുതുതായിട്ട് ഈ കലുങ്ക് അവർക്ക് വലിയ, ഞാൻ പറയുന്ന സദാനന്ദൻ മാഷ് കലുങ്ക് സംഗമം നടത്തണം. അവരുടെ കടി നന്നായിട്ട് കൂടും, ചെയ്യണം. ജനസമ്പർക്കത്തിന്റെ നൈർമല്യം അതിലുണ്ട്. അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമാണ്. അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു. അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്, അതാണ് അവരുടെ വ്യാകുലത. അപ്പോൾ മെനിഞ്ഞാന്ന് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അടുത്ത കലുങ്കിൽ അതിനുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും. അതുവരെ അവർ കാത്തു നിൽക്കണം. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ആളാണ്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പൂച്ചാട്ടിയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം. രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എൻ്റെ അത്യാവശ്യമല്ല. മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി സമൻസ് അയച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ ഇതുപോലെ വന്നിരിക്കുന്നു. മകൾക്കെതിരായ ആരോപണം സുപ്രീം കോടതി തന്നെ വലിച്ചുകീറി പ്രതിപക്ഷത്തിന് സമനില തെറ്റിയിരിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്രയോ ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഒരു ആക്ഷേപങ്ങൾ പോലും തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി കൊണ്ടുചെന്നതിന് സുപ്രീം കോടതി ജഡ്ജിമാരെ വലിച്ചുകയറി ദൂരെ എടുത്തെറിഞ്ഞു എന്ന് മാത്രമല്ല താക്കീതും കൂടെ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ മകന് എതിരായിട്ടും വന്നിരിക്കുന്ന ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ്സുകാർ ആകെ സമനില തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തും വിളിച്ചു പറയും. ആ എന്തും വിളിച്ചു പറയുന്നതിന് മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം നവംബർ 3 പ്രകാശനം ചെയ്യും. കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകാശനം നിർവഹിക്കുക. മാതൃഭൂമി ബുക്സാണ് ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത്. നേരത്തെ പുറത്തുവന്ന പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിലുള്ള ആത്മകഥ ഇ പി ജയരാജൻ നിഷേധിച്ചിരുന്നു. തൻ്റെ അനുമതിയോടെയല്ല DC ബുക്ക് ആത്മകഥ തയ്യാറാക്കിയത് എന്നതായിരുന്നു ഇ പി ജയരാജന്റെ നിലപാട്. ബീഹാറിൽ NDA സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനിരിക്കെ അതൃപ്തി അറിയിച്ച് ജിതിൻ റാം മാഞ്ചി. പരമാവധി 8 സീറ്റ് മാത്രമേ നൽകുകയുള്ളൂ എന്ന ഫോർമുല അംഗീകരിക്കാൻ ആകില്ലെന്ന നിലപാടിലാണ് മാഞ്ചി. ചുരുങ്ങിയത് 15 സീറ്റുകളെങ്കിലും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാഞ്ചി BJP നേതൃത്വത്തിന് പട്ടിക നൽകി. അതേസമയം സീറ്റ് ധാരണ ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്ന പ്രതീക്ഷയിലാണ് BJP. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കൂടുതൽ സീറ്റ് ചോദിക്കുന്നതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധി. കോൺഗ്രസിന് എത്ര സീറ്റ് എന്ന കാര്യത്തിലും ധാരണയായിട്ടില്ല. ഡൽഹിയിലെത്തുന്ന RJD നേതാവ് തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ തെറ്റായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന P. ചിദംബരം. ഹിമാചൽ പ്രദേശിൽ നടന്ന ഒരു പുസ്തക ചടങ്ങിനിടെയാണ് P. ചിദംബരത്തിൻ്റെ ഈ പരാമർശം. സുവർണക്ഷേത്രത്തിൽ 1984 നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഇന്ദിരാഗാന്ധിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. എന്നാൽ ഓപ്പറേഷനിൽ തീരുമാനമെടുത്തത് സൈന്യവും പോലീസും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണെന്നും ഇന്ദിരാഗാന്ധിയെ മാത്രം കുറ്റം പറയാനാകില്ലെന്നും ചിദംബരം പറഞ്ഞു. No disrespect to any service officers, military officers here, but that was a wrong way to retrieve the Golden Temple. Few years later, I think 3-4 years later, we showed the right way to retrieve the Golden Temple by keeping out the army. You're talking about Black Thunder, the second But operation? I think you have... I've delved into that also, but before... You have dealt with very sketchily and in passing. I don't think you did justice to Black Thunder. And No, I was there. I covered every minute of it. But I have, in fact... book contains only... say There's one chapter 2-3 on Punjab, pages. yes. There was a way to retrieve and capture all the militants, but the Blue Star was the wrong way. And I agree, Mrs. Gandhi paid with her life for that mistake. But that mistake, And how is... But that mistake was a cumulative decision of the army, the police, the intelligence and the civil service.
താരിഫ് യുദ്ധത്തിൽ അമേരിക്കയോട് ഏറ്റുമുട്ടാൻ തയ്യാറാണെന്ന് ചൈന. താരിഫ് യുദ്ധത്തിൽ ഏർപ്പെടാൻ താൽപ്പര്യമില്ല, എന്നാൽ ഏറ്റുമുട്ടേണ്ടി വന്നാൽ അതിനൊരുക്കമാണെന്നാണ് അമേരിക്കയ്ക്ക് ചൈനയുടെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് നവംബർ 1 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% അധിക നികുതി ഈടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഷീ ജിൻപിങ്ങുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ഒഴിവാക്കിയേക്കുമെന്ന സൂചനകളും പുറത്തുവന്നിരുന്നു. അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന ചൈനയുടെ തീരുമാനമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയത്. താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് ശക്തമായ ഭാഷയിലാണ് ചൈന മറുപടി നൽകിയിരിക്കുന്നത്. പ്രശ്നങ്ങളിൽ നയതന്ത്രപരമായ സമീപനമാണ് ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ പ്രകോപിപ്പിച്ചാൽ ഏറ്റുമുട്ടലിന് മടിയില്ലെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം മറുപടി കുറിപ്പ് പുറത്തിറക്കി. അമേരിക്ക നിരന്തരം താരിഫ് യുദ്ധ ഭീഷണി തുടർന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നിർബന്ധിതരാകുമെന്നും ചൈന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നവംബർ 1 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% അധിക ചുങ്കം ഈടാക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. നിർണായകമായ സോഫ്റ്റ്വെയറുകളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കൂടാതെ ഈ മാസം അവസാനം നിശ്ചയിച്ചിരുന്ന ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഒഴിവാക്കുന്ന കാര്യവും വൈറ്റ് ഹൌസ് പരിഗണിക്കുന്നുണ്ട്. US തീരുമാനത്തിൽ ചൈന തിരിച്ചടിച്ചാൽ അധിക ചുങ്കം ചുമത്താൻ നവംബർ 1 വരെ കാത്തു നിൽക്കില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. വിവിധ മേഖലകളിലെ സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. റയർ എർത്ത് എലമെന്റ്സ് എന്നറിയപ്പെടുന്ന നിർണായകമായ മൂലകങ്ങളുടെ കയറ്റുമതിയിൽ ചൈന നവംബർ 1 മുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ലാന്തനൈറ്റ്സ് എന്നറിയപ്പെടുന്ന 15 മൂലകങ്ങളും സ്കാൻഡിയം, ഇട്രിയം എന്നിവയുമാണ് റയർ എർത്ത് മൂലകങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്മാർട്ട് ഫോൺസ്, കമ്പ്യൂട്ടർ, ടർബൈൻ ജനറേറ്ററുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, MRI മെഷീൻ, മിലിറ്ററി ഉപകരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ റയർ എർത്ത് എലമെന്റ്സ് ആവശ്യമാണ്. ഈ മൂലകങ്ങളുടെ കയറ്റുമതിയിലാണ് ചൈന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. റയർ എർത്ത് എലമെന്റ്സ് ഖനനത്തിന്റെ 70% ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈനയുടെ പുതിയ നീക്കം അമേരിക്കയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സഹായങ്ങളുമായി ട്രക്കുകൾ ഗാസയിലേക്ക് പായുകയാണ്. 100 കണക്കിന് ട്രക്കുകളാണ് ജോർദാൻ അതിർത്തി വഴി ഗാസയിലേക്ക് എത്തുന്നത്. അതേസമയം നാളെ കെയ്റോയിൽ ഗാസ ഉച്ചകോടി ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ദികളെ കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുക്കും. ഇതിനിടെ ഉച്ചകോടിക്കെത്തിയ ഖത്തർ നയതന്ത്രജ്ഞരിൽ 3 പേർ ഷാമൽ ഷെയ്ഖിലുണ്ടായ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നിലപാട് തിരുത്തി താലിബാൻ. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇന്ന് വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്കും ക്ഷണമുണ്ട്. വെള്ളിയാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ വനിതകളെ ഉൾപ്പെടുത്താത്തതിൽ നരേന്ദ്രമോദിക്കും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതേസമയം മുത്താഖിയുടെ ഇന്നത്തെ ആഗ്ര സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കി. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം റദ്ദാക്കിയത്. രാവിലെ ഉണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെ അഫ്ഗാൻ അതിർത്തി അടച്ച് പാകിസ്ഥാൻ. പ്രധാനപ്പെട്ട അതിർത്തികളായ തോർഖാം, ചമൻ, ഖർലാച്ചി, ആംഗൂർ, അഠാർ, ഗുലാം ഖാൻ എന്നിവയാണ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. ഇന്ന് പുലർച്ചെ പാക് അതിർത്തിയിലേക്ക് 6 ഇടങ്ങളിൽ നിന്നാണ് അഫ്ഗാൻ ആക്രമണം അഴിച്ചുവിട്ടത്. 18ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സേന കാബൂളിൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് താലിബാന്റെ ആക്രമണമുണ്ടായത്. പാക് സേനയുടെ തിരിച്ചടിയിൽ അഫ്ഗാൻ പൗരന്മാർക്കും പരിക്കുണ്ട്. ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദുരനുഭവം പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ഭിന്നശേഷിക്കാരനെതിരെ ജാമ്യമില്ലാ കേസ്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി സുബൈറിനെതിരെയാണ് കേസെടുത്തത്. 80% അംഗപരിമിതിയുള്ള സുബൈർ റാമ്പ് ഇല്ലാത്തതിനാൽ നിലത്ത് ഇഴഞ്ഞു ചെന്ന് മെഡിക്കൽ ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ വീഡിയോയാണ് പങ്കുവച്ചത്. പിന്നാലെ അവിടെ റാമ്പ് സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായി. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചേലേമ്പ്ര സ്വദേശി സുബൈറിനെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തത്. സംഭവത്തിന് ആസ്പദമായ കാര്യം ഇങ്ങനെയാണ്. ഇയാൾ 80% ഭിന്നശേഷിയുള്ള അംഗപരിമിതിയുള്ള വ്യക്തിയാണ് സുബൈർ. അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ചേലേമ്പ്രയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെന്നു. പക്ഷേ അവിടെ റാമ്പ് ഇല്ലാത്തതിനാൽ ഇയാൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ഇഴഞ്ഞാണ് മെഡിക്കൽ ഓഫീസറുടെ അടുത്തേക്ക് പോയതും ഇക്കാര്യങ്ങൾ പറഞ്ഞതും റാമ്പ് ഇല്ലാത്തതിൻ്റെ ദുരിതവും മറ്റു കാര്യങ്ങളൊക്കെ പറയുകയും അത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇത് ഈ പല സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു.
എന്തായാലും സുബൈർ പറഞ്ഞത് റാമ്പില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുകയും അവിടെ റാമ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ ഈ ചേലേമ്പ്രയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഇവർ അവിടെ എത്തി അപമര്യാദയായി പെരുമാറി, ഡ്യൂട്ടിക്ക് തടസ്സം നിന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടത്തി, ഇവരെ അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ പങ്കുവച്ചു എന്ന കാര്യങ്ങളാണ് പരാതിയിൽ അവർ ഉന്നയിക്കുന്നത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് ഇയാൾക്കെതിരെ ഹെൽത്ത് കെയർ സർവീസിലെ പ്രൊട്ടക്ഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത്. അതായത് ഡോക്ടർമാർ പരാതിപ്പെടുമ്പോൾ അതിനെ ചുമത്തുന്ന വകുപ്പുകളാണ് ഈ സുബൈറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഒരു ഗവൺമെൻറ് സർവീസിലെ ഡോക്ടർ ഇത്തരത്തിൽ പരാതിപ്പെടുമ്പോൾ അതിൽ കേസെടുക്കാതിരിക്കാനാകില്ല, അതുകൊണ്ടാണ് ഈ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ഇയാൾ അവിടെ എത്തി മോശമായി പെരുമാറി എന്ന തരത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. ഒരു പരാതി എഴുതി കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ അതിനു പകരം ആ ജീവനക്കാരെ ആരോഗ്യ വകുപ്പിലെ പ്രത്യേകിച്ച് കുടുംബാരോഗ്യത്തിലെ ഡോക്ടറൊക്കെ മോശമായി സംസാരിച്ച് അവരോടൊക്കെ മോശമാകുന്ന തരത്തിൽ പെരുമാറിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരാതി എന്ന കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. സുബൈർ ഇപ്പോൾ സ്ഥലത്തിൽ, അദ്ദേഹം ഗോവയിലാണുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികളായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, ന്യൂസ് 18. കൊല്ലം നിലമേലിൽ കാട്ടുപന്നി വയോധികയുടെ വിരൽ കടിച്ചെടുത്തു. നിലമേൽ കരുന്തലക്കാട് സ്വദേശിനി സാവിത്രി അമ്മയുടെ വിരലാണ് കാട്ടുപന്നി കടിച്ചെടുത്തത്. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന സാവിത്രിയെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ഇവരുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരലാണ് കടിച്ചെടുത്തത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് സാവിത്രി അമ്മയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായതോടെ ശക്തമായ പ്രതിഷേധവുമായി ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. ആനയെ മേഖലയിൽ നിന്നും മാറ്റണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 24 മണിക്കൂറും RRTയുടെ സേവനം ഉറപ്പാക്കുന്നതിനോടൊപ്പം സംഘത്തിന് വേണ്ട ആയുധങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അരിക്കൊമ്പനെ പ്രദേശത്തു നിന്ന് കടത്തിയ ശേഷം ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണങ്ങൾ കുറഞ്ഞിരുന്നെങ്കിലും അടുത്ത നാളുകളിലായി ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പൻ ജോസഫ് വേലിച്ചാമി എന്ന ചൂണ്ടൽ സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ചക്കക്കൊമ്പൻ ഇതുവരെ 10 പേരെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ചിന്നക്കനാൽ, ശിങ്കുകണ്ടം, ബീൽറാവ്, 301 അടക്കമുള്ള മേഖലകളിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. നിരന്തരമായി ആക്രമണം നടത്തുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ആനയെ പ്രദേശത്തു നിന്ന് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറേ കാലമായിട്ട് ഇവിടെ ആന വലിയ ശല്യം ഇല്ലാതിരുന്നതാണ് അരിക്കൊമ്പ് പോയതിന് ശേഷം. ഇപ്പം നിലവിൽ ഈ ജോസഫ് വേൽച്ചാമി എന്ന് പറയുന്ന ആള് പറമ്പിൽ വെച്ച് ആന കൊന്നു. ഈ ആന അപകടകാരിയാണ്. ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും. ഈ ആനയെ പുതിയ വന്യജീവി നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണം. അതാണ് ഞങ്ങൾ കൃഷിക്കാരുടെ ആവശ്യം. നിലവിലുള്ള കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിന് RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആനകളെ തുരത്തുന്നതിന് വേണ്ട സംവിധാനമില്ലെന്ന പരാതിയുമുണ്ട്. RRT ടീമിന് RRT ടീം സജ്ജമാണ്. ഇവിടെ 24 മണിക്കൂർ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അടിസ്ഥാന സൗകര്യം, ഒരു പടക്കം പോലും അവരുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. അവരൊരു മനുഷ്യരല്ലേ. ആന രാത്രി കാലങ്ങളിൽ നേരിടാനുള്ള ഒരു ഫോഴ്സും ഇല്ലാതെ അവർ ഇടപെടുന്നതുകൊണ്ട് അവർക്കും അപകടം നടക്കാനുള്ളൊരു സാഹചര്യം കൂടുതലാണ്. നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും ഇതിനോടകം ചക്കക്കൊമ്പൻ നശിപ്പിച്ചു. പ്രദേശത്താകെ 27ഓളം ആനകളുണ്ടെന്നും ഇവ വിവിധയിടങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിനും വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ ജനകീയ സമരത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ഗേറ്റ് അടയ്ക്കുമ്പോൾ പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കാണെന്നും ഇതിന് പരിഹാരം വേണമെന്നുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികളാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. നേരത്തെ ഗതാഗത കുരുക്കിൽപ്പെട്ട് ആംബുലൻസ് എത്തിയ രോഗി മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നാലെയാണ് മേൽപ്പാലം എന്ന ആവശ്യം നാട്ടുകാർ ശക്തമാക്കിയത്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മലപ്പുറത്തിൻ്റെ സ്വന്തം ടീമായ മലപ്പുറം FC പുതിയ ജേഴ്സി പുറത്തിറക്കി. ടീം ആരാധകരുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരുമെന്നും ഇതിനായി വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങളെ ഇനിയും ടീമിലെത്തിക്കുമെന്നും ടീം പ്രൊമോട്ടർമാർ പറയുന്നു.